പാസ്പോർട്ട് ഫീസ് സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തീരുമാനം ഇന്നലെ നമ്മുടെ ST ചാനലിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഇപ്പോൾ ഭാരത് സർക്കാർ സംരംഭമായി പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്ററിൽ അറിയിപ്പ് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ അറിയിപ്പിൻ്റെ വിവരവും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മറ്റൊന്നുമല്ല, ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. പാസ്പോർട്ട് ഇനി മുതൽ നമ്മൾ എടുക്കുമ്പോൾ നേരത്തെ 1500 രൂപയായിരുന്നു സാധാരണ നമ്മുടെ 30 പേജുള്ള പാസ്പോർട്ടിന് ഫീസ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചിരുന്നത്. എന്നാൽ ഇനി അത് 2500 രൂപയായി, 1000 രൂപ വർദ്ധിച്ച് 2500 രൂപയായി കൂടുകയും അതോടൊപ്പം തന്നെ തൽക്കാലം നമ്മൾ നേരത്തെ 3500 രൂപ അഡീഷണൽ അടയ്ക്കുന്നിടത്ത് ഇപ്പോൾ ഏകദേശം 1500 രൂപയിലധികം വർദ്ധിച്ച് 5000 രൂപ ആവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 60 പേജുള്ള പാസ്പോർട്ടിന് നിലവിൽ ഈ പറഞ്ഞതുപോലെ 2000 രൂപ എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 4000 രൂപയിലേക്ക് മാറുകയും അതോടൊപ്പം തന്നെ നേരത്തെ നമ്മുടെ അതിൻ്റെ തൽക്കാലം, അതായത് 60 പേജുള്ളത് തൽക്കാലം ഇപ്പോൾ ഏകദേശം 6000 രൂപയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. പാസ്പോർട്ട് സംബന്ധമായി നിരവധി വീഡിയോകൾ നമ്മുടെ ST ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഭാരതത്തിൽ അതായത് കോമൺ സർവീസ് സെൻറ്റർ കേന്ദ്ര സർക്കാർ ഏജൻസിയായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനാണ് ഔദ്യോഗികമായി പാസ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഔദ്യോഗിക ലോജിനുള്ളത്. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടും പാസ്പോർട്ട് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കോമൺ സർവീസ് സെൻറ്ററിലെത്തി അതിൻ്റെ കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ പാസ്പോർട്ട് സംബന്ധമായ എല്ലാ സേവനങ്ങളും കോമൺ സർവീസ് സെൻറ്ററുകളിൽ ലഭ്യമാണ്. ഔദ്യോഗികമായ എല്ലാ അറിയിപ്പുകളും കോമൺ സർവീസ് സെൻറ്ററിൻ്റെ നമ്മുടെ ST ചാനലിൽ കാണാവുന്നതാണ് നിങ്ങൾക്ക്. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ പാസ്പോർട്ടിൻ്റെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇടുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിയിപ്പ് വന്നപ്പോൾ തന്നെ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ പാസ്പോർട്ട് എടുക്കാനുള്ളവർ പ്രത്യേകിച്ചും ഇത് ശ്രദ്ധിക്കുക. എന്തുമെങ്കിലും നിങ്ങൾക്ക് പാസ്പോർട്ട് സംബന്ധമായിട്ട് ഇഷ്യൂസോ ഡൗട്ടോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോമൺ സർവീസ് സെൻറ്റർ കടങ്ങന്നൂരിൽ ഇപ്പോൾ 6 കൊല്ലത്തിന് മുകളിലായി പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പാസ്പോർട്ടാണ്. പാസ്പോർട്ട് ഏകദേശം ഒരു 3000 ആപ്ലിക്കേഷനെങ്കിലും കുറഞ്ഞത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. പാസ്പോർട്ട് സംബന്ധമായി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോയുടെ കമൻറ്റിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വർധനവ് നിലവിൽ വരുന്നത് ജൂലൈ 1 മുതലാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാ ആളുകളും പാസ്പോർട്ട് എടുക്കാനുള്ളവർ പ്രത്യേകിച്ച് ഇത് എല്ലാവരിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞ പോലെ വലിയൊരു വർധനവിന് മുമ്പേ നമുക്ക് എമർജൻസി ആയിട്ട് എടുക്കേണ്ടവരൊക്കെ ഒരുപാട് ആളുകൾ കാണും. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ.